ജിതേഷ് ചേട്ടനും രമ്യ ചേച്ചിയും തൃശ്ശൂർക്കാരാണ്. നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഫാമിലിയാണ് ജിതേഷ് ചേട്ടനും അതേപോലെ തന്നെ രമ്യ ചേച്ചി. ആ കുഞ്ഞുവാനെ കൂടി ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. ആ കുഞ്ഞിൻ്റെ സങ്കടം ഇപ്പോഴും മാറി കാണില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട നിസ്ക. കഴിഞ്ഞ ദിവസം നമ്മൾ സ്കോഡ റാപ്പിഡ് വാഹനം ഡെലിവറി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൃശ്ശൂരിലെ ജിതേഷ് ചേട്ടനും രമ്യ ചേച്ചിയും അവരുടെ ഫാമിലിയൊക്കെ വന്നിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തൊരു വാഹനം ഡെലിവറി എടുത്തു. ആ ഡെലിവറി കൊടുക്കുന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ അവരുടെ ഏറ്റവും ചെറിയ മകളെ അവരെ കൂടെ ഉണ്ടായിട്ട് അവളുടെ പേര് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. 5 വയസ്സായ കൊച്ചായിരുന്നു. പക്ഷേ ആ 5 വയസ്സായ കൊച്ചു അവളുടെ പേര് ചോദിക്കാത്തത്, എല്ലാവരോടും പേര് ചോദിച്ചു, അവളോട് മാത്രം പേര് ചോദിക്കാത്തത് നന്നായിട്ട് വിഷമിച്ചു എന്നുള്ള ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലായി. ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് എന്നെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും എനിക്ക് തന്നെ തോന്നി അതൊരു ശരിയായ കാര്യമില്ല. കാരണം ആ കൊച്ചിന് വിഷമമായിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും നമ്മളൊരു പ്രായശ്ചിത്തം ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വിചാരിച്ചു, ഇന്ന് സൺഡേ ഞായറാഴ്ച ഒഴിവുള്ള ദിവസമല്ല, നമ്മൾ വർക്കിംഗ് ആണെങ്കിൽ പോലും ഇന്ന് ആ കൊച്ചിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ്. നമ്മൾ മലപ്പുറത്ത് നേരെ തൃശ്ശൂരിലേക്ക് ആ കൊച്ചിൻ്റെ ആ ഫാമിലിയിൽ പോയിട്ട് അവരെ നേരിട്ട് പോയി കണ്ടിട്ട് സംസാരിച്ച് അവളെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഇന്ന് ഒരുങ്ങി റെഡിയായി നിന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ആ തൃശ്ശൂരിലെ ജിതേഷ് ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ട് കാണാം. ഞാൻ ലൊക്കേഷനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇവിടെ ശ്രദ്ധിച്ചില്ല, വീഡിയോ കഴിഞ്ഞ് പിന്നെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഒരുപാട് പേര് കമന്റ് ചെയ്തു. മോളെ ശ്രദ്ധിച്ചില്ല. ഓരോ ഗൾഫിൽ നിന്ന് ആൾക്കാരൊക്കെ വിളിച്ചിട്ടാണ്. പിന്നെ എസ്പെഷ്യലി എന്റെ ഫ്രണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവ പറഞ്ഞ തീർച്ചയായും നമ്മളെ പോയിട്ട് കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും കുട്ടിയെ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കണം, എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം നമുക്ക്. അങ്ങനെ ഒന്ന് ഒഴിവായതുകൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങിയതാണ്. ഒരു ചെറിയൊരു ഗിഫ്റ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ അവന്തിക മോളെ കൊണ്ടു അവൾക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവൾ വളരെയധികം ഹാപ്പിയായി. ഞാൻ അതിനേക്കാളും ഹാപ്പിയായി. ജിതേഷ് ചേട്ടൻ്റെ ഫാമിലി അവരും വളരെ സർപ്രൈസ് ആയി. കാരണം അവരും ഒരിക്കലും പ്രതീക്ഷയില്ല ഞാൻ മലപ്പുറത്ത് നിന്ന് തൃശ്ശൂർ വരെ അവരെ വീട് വരെ എത്തുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് എനിക്കൊരു പ്രായശ്ചിത്തം ചെയ്യാൻ തോന്നിയതും അതിൽ തെറ്റ് മനസ്സിലാക്കാൻ സാധിച്ചതും. ആ കൊച്ച് അത് വളരെയധികം ഹാപ്പിയായി. കാരണം എനിക്കും ആ ഒരു പ്രായത്തിൽ ഒരു മോനുള്ളതാണ്. അപ്പോൾ എനിക്ക് ആ കൊച്ചിൻ്റെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എത്രത്തോളം ആ നിമിഷത്തിൽ വിഷമിച്ചിട്ടുണ്ടാകും. കാരണം ഒരാളോട് മാത്രം പേര് ചോദിക്കാതെ നിന്ന് അപ്പോൾ ആ കൊച്ച് സ്വാഭാവികമായിട്ട് അത് മനസ്സിലായിട്ടുണ്ടാവും. എന്നെ അവഹേളിച്ചു അല്ലെങ്കിൽ അവഗണിച്ചു എന്നുള്ളൊരു തോന്നൽ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രായശ്ചിത്തം എന്നുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഫാമിലി എല്ലാവരും വളരെയധികം ഹാപ്പി ആയതുകൊണ്ട് തന്നെ ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം, നിങ്ങളുടെ കമൻസുകളും വിലയേറിയ നിർദ്ദേശങ്ങളും എനിക്ക് തരണം. എങ്കിലേ നമുക്ക് ഇതിനനുസരിച്ച് നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് മുന്നേറാൻ സാധിക്കുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.